അപ്പോൾ നമുക്കിന്ന് ലൈവ് മാർക്കറ്റിൽ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും. നിഫ്റ്റി 50 ഏകദേശം 100+ പോയിൻറ്റ്സ് നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി റിക്കവറി വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണ്, ഈ ഒരു സപ്പോർട്ടിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. 24,235 എന്ന് പറയുന്ന പോയിന്റ്. അതിനെ ബ്രേക്ക് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. ഒരു റിക്കവറിക്ക് പലപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അതങ്ങ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഫെർദർ ഫോള് തന്നെയാണ് കാണിക്കുന്നത്. എനിവേ നമുക്ക് നോക്കാം. ഇത് ഏകദേശം ഒരു ഓവർസോൾഡ് റീജിയണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓവർസോൾഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഒരു റിക്കവറിയിലേക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. എനിവേ ഡേ ക്യാൻഡലിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെയറിഷ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഫർദർ ഒരു ഫോള് വരുമോ, റിക്കവറി എടുക്കുമോ എന്നുള്ളത് നമുക്ക് ബൈ എൻഡ് ഓഫ് ദ ഡേ നോക്കാം. ഇനി ചില സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ചമ്പൽ ഫെർട്ടിലൈസർ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചമ്പൽ ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ചമ്പലിൻ്റെ ചാർട്ട് ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയുണ്ടായി. ഇന്ന് ചമ്പൽ ക്രിയേറ്റ് ചെയ്ത ലോ എന്ന് പറയുന്നത് 516 ആണ്. ആൻഡ് ഹൈ ക്രിയേറ്റ് ചെയ്തത് 531 ആണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് 527 അറൗണ്ട് ആണ്. നമുക്ക് ഈ ചാർട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ള ചാർട്ട് തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ വരച്ച ആ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെയാണ് ചമ്പൽ എഗെയിൻ വന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അതാണ് ആ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ലോ എന്ന് പറയുന്നത് 516 എന്ന് പറയുന്ന പോയിന്റ്. സോ ഇപ്പോഴും നമുക്ക് ആ ഒരു ബ്രേക്ക്ഔട്ട് ഫെയിലായി എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു പുൾ ബാക്ക് ആൻഡ് കണ്ടിന്യൂവേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. 552ൻ്റെ ഹൈ ചമ്പൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ അപ്വേർഡ് മൊമെൻറ്റം പോസിബിൾ ആണ്. അതിനനുസരിച്ച് സേഫ് ട്രേഡേഴ്സിന് ആ ഒരു പോയിന്റിൽ നിന്ന് എൻട്രി എടുക്കാവുന്നതാണ്. ഒരു 570 അറൗണ്ട് ഒക്കെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് അവിടുന്ന് ഒരു എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. അതാണ് ചമ്പലിൻ്റെ കണ്ടീഷൻ. ഒരു 3 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്യാൻഡിൽസ് ഫോം ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഇന്ന് ചമ്പൽ എത്രമാത്രം മൂവ്മെൻറ്റ് തരും എന്നുള്ളത്. ദെൻ HCC ആണ് അടുത്തത്. HCC കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ലൊരു ക്ലോസിങ്ങിന് ട്രൈ ചെയ്തു. 47 എബോവ് അത് ക്ലോസ് ചെയ്തില്ല. 46.94 ആ റേഞ്ചിൽ ഒരു ക്ലോസ് കഴിഞ്ഞ ദിവസം നമുക്ക് പ്രൊവൈഡ് ചെയ്തായിരുന്നു. അതിനുശേഷം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസങ്ങളിലും ഒരു ഫോളാണ് ഇൻഡിക്കേറ്റ് ചെയ്തത്. ഇന്നും വീണ്ടും ഒരു അപ്വേർഡ് മൊമെൻറ്റത്തിന് ട്രൈ ചെയ്തെങ്കിലും ഒരു ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് വരെ പോകാനായിട്ട് സാധിച്ചുള്ളൂ. 45.76 അറൗണ്ട് പോയി ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്ത് വീണ്ടും ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 44.74 ഇതും ഒരു നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു ബോക്സ് പാറ്റേൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ ബോക്സിനെ അത് എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നോ അതിനുശേഷം നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഇതൊരു ബോക്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്തത് പറയാനുള്ളത് മോർപ്പൻ ലാബിൻ്റെ കാര്യമാണ്. മോർപ്പൻ ലാബ് സ്റ്റിൽ ട്രേഡ് ചെയ്യുന്നത് 85ൻ്റെ എബോവ് ആയിട്ടാണ്. 85ന് എബോവ് ആയി നിൽക്കുമ്പോൾ മോർപ്പൻ ലാബ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് അല്ല. ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ടിന് ശേഷം 91.73 ഓൾമോസ്റ്റ് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം ഒരു റിവേഴ്സൽ വന്നതാണ്. ഇനി ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് റിവൈവ് ചെയ്താൽ അടുത്ത ഹയർ ടാർഗറ്റ്സ് ബീറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ദെൻ നമ്മൾ ഇന്ന് രാവിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത മറ്റൊരു ചാർട്ടായിരുന്നു പേടിഎം എന്ന് പറയുന്നത്. പേടിഎം ഞാൻ പറഞ്ഞിരുന്നു, അതിൽ ഞാൻ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. പേടിഎം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു 1000 മുതൽ 1063യുടെ ഹൈ ആണ് ഇന്നലെ ക്രിയേറ്റ് ചെയ്തത്. ഒരു വീക്ക്ലി ക്ലോസിംഗ് 1000 എബോവ് തരികയാണെങ്കിൽ ഒരു മിഡ് ടേം സ്വിംഗ് പൊസിഷന് വേണ്ടി നല്ലൊരു ചൂസ് ആയിരിക്കും പേടിഎം എന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പം പേടിഎം ഇന്നും എബോവ് 1000 തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ടൈമിൽ യൂഷ്വലി ലോങ് ടേം ബ്രേക്ക്ഔട്ട്സ് അല്ലെങ്കിൽ ഇങ്ങനെ ലോങ് പീരീഡ് ഓഫ് കൺസോൾട്ടേഷൻ കഴിഞ്ഞുള്ള ഒരു ബ്രേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കതിനെ ഇൻട്രാഡേക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്.
അങ്ങനെയാണ് ഞാൻ ഇന്ന് രാവിലെ അത് ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തത്. ഇന്നത് 1006ൻ്റെ ലോയും ക്രിയേറ്റ് ചെയ്തു, 1025ൻ്റെ ഹൈയും ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. അതായത് ഒരു വോളറ്റിലിറ്റി നമുക്ക് ആ ഒരു റേഞ്ചിൽ കിട്ടും. സോ അതിനെ നമുക്കൊരു നല്ലൊരു ഇൻട്രാഡേ പിക്കായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളെ. അപ്പം അതാണ് പേടിഎമ്മിനെ പറ്റി പറയാനായിട്ടുള്ളത്. പേടിഎം ഇനി 1063 ബ്രേക്ക് ചെയ്യുമ്പോൾ ഫർദർ അപ്വേർഡ് മൂവ്മെൻറ്റും കിട്ടും. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് നല്ലൊരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റേഞ്ചിൽ തന്നെ 1000നും 1060 ആ ഒരു റേഞ്ചിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട്. നമുക്കിനി ഒരു ഷോർട്ടർ ടൈം ഫ്രെയിമിൽ ഇതിനെ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഡേ ക്യാൻഡിലിൻ്റെ ചാർട്ടാണ്. ഷോർട്ടർ ടൈം പീരീഡിലേക്ക് നമ്മൾ ഇതിനെ ചെക്ക് ചെയ്യുമ്പോൾ 15 മിനിറ്റിൽ നമുക്ക് നോക്കാം. 15 മിനിറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. 1025ൻ്റെ ഈ ഒരു പിവട്ടിൻ്റെ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്തിട്ടാണ് ഇന്നത് താഴേക്ക് പോകുന്നത്. ഇനി ഈ 1025 എബോവ് അത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് 15 മിനിറ്റിൽ വരുന്നത് 1052 റേഞ്ചിലാണ്. അതല്ല നമുക്ക് ക്യാൻഡിൽ ബേസ് ചെയ്തിട്ടാണെങ്കിൽ 1049 അല്ലെങ്കിൽ 1048 എന്ന് അതിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. RSI 46 ആണ്, കുറച്ച് താഴെയാണ് നിൽക്കുന്നത്. മാർക്കറ്റ് റിവൈവലിന് ശ്രമിക്കുന്നുണ്ട്. മാർക്കറ്റും പോസിറ്റീവായി ഒരു മൊമെൻറ്റം തരികയാണെങ്കിൽ ഈ പറയുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ റിവേഴ്സ് ചെയ്ത് നല്ലൊരു അപ്വേർഡ് മൊമെൻറ്റം തരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് നമുക്ക് എൻഡ് ഓഫ് ദ ഡേ അറിയാനായിട്ട് സാധിക്കും. ചമ്പൽ ഓൾമോസ്റ്റ് റിക്കവർ ചെയ്ത് 0% നെഗറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. ചമ്പലിൻ്റെ മൊമെൻറ്റം എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. അപ്പോൾ അത്രയാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്നിപ്പോൾ പറയാനായിട്ടുള്ളത്. ഈ ഒരു വോളറ്റിലിറ്റി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് നമ്മൾ പറയണ എക്സാക്റ്റ് ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. ഇന്ത്യ വിക്സ് ഇപ്പോഴും പോസിറ്റീവായിട്ട് തുടരുകയാണ്. ഇന്ത്യ വിക്സിൻ്റെ വാല്യൂ നെഗറ്റീവിലേക്ക് വരുമ്പോഴേ മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ആകും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ആക്യുറസിയിൽ ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ വോളറ്റിലിറ്റി ഇൻഡെക്സ് കയറി നിൽക്കും തോറും നമ്മളുടെ പ്രഡിക്ഷനെ അത് ബാധിച്ചുകൊണ്ടിരിക്കും. നിഫ്റ്റിയും വോളറ്റിലിറ്റി ഇൻഡെക്സും കൂടി ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. സോ നമുക്ക് എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്ന് ഒബ്സർവ് ചെയ്തതിന് ശേഷം പുതിയ എൻട്രി എടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. നമുക്ക് നോക്കാം ബൈ എൻഡ് ഓഫ് ദ ഡേ എങ്ങനെ മാർക്കറ്റ് പെർഫോം ചെയ്യുന്നു എന്നുള്ളത്.